ഒരു കഷ്ടാന്ന് ആലോചിച്ചൊക്കെ പറയാണ്ടിരുന്നാ പറ്റില്ല. അതെ അതെ ഒരുമ ഗ്രൂപ്പിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ ഈ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു 100-150 ഗുഡ് മോർണിംഗും കിടക്കാൻ നേരത്തൊരു 100-150 ഗുഡ് നൈറ്റും ഇങ്ങനെ അയക്കേണ്ട കാര്യമില്ല. ഇത് അതിനുള്ളതല്ലത് ഈ ഗ്രൂപ്പ്. അത്യാവശ്യം മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിടിക്കാനാണ് ഈ ഗ്രൂപ്പ് ഉള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ. ഇതെന്താ നിങ്ങൾ കാട്ടണത്? നിങ്ങൾ ഇത് അയച്ചില്ലാച്ചെങ്കിലും സൂര്യ അസ്തമിക്കുകയും ചെയ്യും ഉദിക്കുകയും ചെയ്യും. അതാദ്യം മനസ്സിലാക്കുക. വെച്ചിട്ട് ഉവ്യങ്ങൾ പറയാണ്ടിരുന്നാ പറ്റില്ല. ശരി മുരുക ഒരു 25-ന്റെ ഒരു 10 കെട്ട്, 10-ന്റെ 15 കെട്ട്, 50-ൻ്റെത് ഒരു 10 കെട്ട്. അപ്പൊ ഇത്രയും പപ്പടം ഇവിടെ എത്തിച്ചേർന്നേ. ഒക്കെ വാട്സപ്പ് കൂടിയാണ് ഇപ്പോ അല്ലേ? അല്ല അതുകൊണ്ട് പണി എളുപ്പമില്ലേ, നമ്മൾ എടുക്കാൻ പോണ്ടേ? അത് നേരാണ്. പിന്നെ കോൾ ചെയ്യുമ്പോ അതിന്റെ പൈസയും പോവല്ലോ. ഇത് അവരിഞ്ഞ് കൊണ്ടുവരും. അല്ല വാട്സാപ്പുള്ള അതൊരു വലിയ ഗുണമല്ലേ? വലിയ ഗുണ. ഒപ്പം ദോഷമുണ്ട്. എന്താ? എൻ്റെ പള്ളിക്കൂടത്തിന്റെ ഗ്രൂപ്പ് ഒന്നും പറയണ്ട, കുറെ ചങ്ങായിമാരുണ്ട് ഒരു പണിയില്ലാതെ. രാവിലെ ആകുമ്പോൾ ഗുഡ് മോർണിംഗ്. ഇനി ഈ ഗുഡ് മോർണിംഗിന് നമ്മൾ മറുപടി കൊടുത്ത് വരുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആവും. ആ ഗുഡ് ആഫ്റ്റർനൂണിന് മറുപടി കൊടുത്ത് വരുമ്പോൾ ഗുഡ് നൈറ്റ് ആവും. ഇപ്പൊ അതാണ് പണി. ഞാനത് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതുപോലെ നമ്മളെ കോയക്കരാല ഒരു സാധനത്തിന് കണ്ടില്ലേ? ഈ ആവശ്യമില്ലാതെ ഗുഡ് മോർണിംഗ് ഇതിലോട്ട് ഇടണ്ട. ഞാൻ പറഞ്ഞില്ലേ, അതൊരു തലവേദന സംഭവമാണ്. അല്ലാതെ അയാൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഈ പൂക്കളും മെഴുകുതിരിയും ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക രാവിലെ. കുറെ പേർക്ക് ഒരു പണിയില്ലല്ലോ. ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളെ ഞാൻ സെക്രട്ടറി മന്മഥൻ, വളരെ ഗൗരവമുള്ളൊരു കാര്യം കോയ സാഹിബ് രാവിലെ ഇട്ടൊരു മെസ്സേജിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഈ വക മെസ്സേജുകൾ ദയവ് ചെയ്ത് ആരും ഇടരുത്. അങ്ങനെ ഇടുന്നവർക്കെതിരെ മുഖം നോക്കാതെ ഗ്രൂപ്പ് നടപടിയെടുക്കും. നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കാര്യഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. മെസ്സേജ് ഓഫീസിലേക്ക് പോകണ വഴിയേക്കൂ. ഓഫീസിൽ പോകണ വഴിയാ. അവർക്ക് പോയാലെന്ത് പോയില്ലെങ്കിലും ശമ്പളം കിട്ടുമല്ലോ. നാളെ 10 മണി മുതൽ 4 മണി വരെ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ആ വിവരം ഒന്ന് ഗ്രൂപ്പിലിടും. അതെ, ഞാൻ എന്താ ഒന്ന് അറിയിച്ചിട്ട് ഭാര്യ അടുത്തെന്ന് പറഞ്ഞിട്ട് വരാം. അവിടെ വെള്ളം പിടിച്ചു വെക്കാം. നാളെയാണ് നിങ്ങൾ ആദ്യം ഗ്രൂപ്പിലിടി. ഓളും ഗ്രൂപ്പിലില്ലേ? ഗ്രൂപ്പിലിട്ട് ഓളും കേൾക്കൂലേ? ശരിയല്ല. അല്ലാതെ എന്താ വെള്ളം ഇല്ലാത്തതിന്റെ കാരണം എന്താ? എന്താ അവിടെ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയുന്നത്. റെസിഡൻസിലെ അംഗങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഉപകാരം കിട്ടും ഈ ഗ്രൂപ്പ് കൊണ്ടേ. ഗ്രൂപ്പ് കൊണ്ട് ചെറിയ ഉപകാരം ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ല. കോയ എന്തോ മെസ്സേജ് ഇട്ടേക്കണം. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽപ്പെട്ടുള്ള നമ്മുടെ ഗിരീസിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പില് ഒരു പാമ്പ് ചത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും വന്നിട്ട് എടുത്തു കളയണം. ഇതാണ് കോയന്റെ കുഴപ്പം. ആ ഓനെടുത്തോണ്ട് മാറ്റിയപ്പോ ഒരു പാമ്പല്ലേ, ചത്ത പാമ്പല്ലേ, ജീവനുള്ളൊന്നുമല്ലല്ലോ. വീടിന്റെ മുമ്പിലാണെങ്കിൽ അവർക്ക് എടുത്ത് മാറ്റിയാ പോലെ. പാമ്പ് കൊടുത്തേക്കാരാ, നമ്മളെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഇതാണ് കുഴപ്പം. ഇതിപ്പോ പ്രസിഡന്റ് സെക്രട്ടറി എടുത്ത് മറുപടി കൊടുക്കുക. പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടുപേരും 2 മേഖലയിൽ വ്യാപൃതരാണ്. അവർ തിരക്കിലാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് താങ്കൾക്ക് തന്നെ അതിനെ ഒരു ചെറിയ ഇലയോ കടലാസോ എടുത്തിട്ട് അതിന്റെ വാലെ തൂക്കി ഒന്ന് മെല്ലെ ദൂരോട്ട് മാറ്റി കളയാവുന്നതല്ലേ ഉള്ളൂ. സാറേ, നിങ്ങളെല്ലാം ആദ്യം കണ്ട് അപ്പൊ നിങ്ങൾക്ക് എടുത്തോണ്ട് മാറ്റിയാ പോരെ? ഇതാ വേറെ ആൾക്കാരെ കാക്കാൻ നിൽക്കണോ? സത്യനും കൂടെ കോയക്കൊരു അതിലോട്ടൊരു മെസ്സേജ് ഇട്. വോയിസ് ഇട്ടേ. ഞാൻ ഓഫീസിലാണ്, കോയക്കൊന്ന് എടുത്ത് കളഞ്ഞോടെ ചോദിച്ചു. അത് നല്ലതാ. പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വിടണം. അതെ, ചത്തതൊരു പാമ്പല്ലേ, അല്ലാതെ പശു ഒന്നും അല്ലല്ലോ. ഒരു കമ്പ് എടുത്തിട്ട് പതുക്കെ അത് തൂണ്ടിയാൽ കിട്ടാ പോരെ. ഞാൻ ഓഫീസിലാണ് കേട്ടോ. നന്നായി. അതൊക്കെ നല്ല ഒരുപാട് വൈകിപ്പോ തന്നെ. എന്നും വൈകലല്ലേ? വൈകിട്ടാണോ? കോയയുടെ മെസ്സേജ് ഒന്നല്ല. എന്താണ്? അതെ, നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ.
നമ്മുടെ ആ ഗിരീസിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കിടന്നിരുന്ന ആ പാമ്പില്ലേ ചത്ത് കഴിഞ്ഞത്, അതിനൊരു കാക്ക കൊത്തിയിട്ട് പ്രസിഡന്റിന്റെ കിണറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അതിന് വേണ്ടിട്ട് ആരും മെനക്കെടണമെന്നില്ല. എന്ത് സന്തോഷത്തോടെ പറയാണ്. ആ പാമ്പ് ചത്തടന്ന് അറിഞ്ഞില്ലേ കോയ? ആ പാമ്പിനെ ഇപ്പൊ ഒരു കാക്കെടുത്ത് നിങ്ങളെ കിണറ്റ് കൊണ്ടിട്ടിക്കണം. എന്റെ കിണറ്റിലോ? ഏത് കാക്ക? എടുത്ത് നിങ്ങളുടെ കിണറ്റി കൊണ്ടിട്ടെന്ന്. അങ്ങേർക്ക് തോണ്ടിട്ട പോയിരുന്നല്ലോ. അപ്പൊ ചെയ്താൽ മതി ഓനത്. എന്നിട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്താണ് നിങ്ങളെ കിണറ്റ് കൊണ്ടിട്ടേ. അത് ചോദിക്കണമല്ലോ. കോയ സാഹിബ്, നമ്മുടെ പ്രസിഡന്റിന്റെ കിണറ്റിൽ ഈ പാമ്പിനെ കൊണ്ടിട്ട് ഇത്ര സന്തോഷമായിട്ടാണ് അത് പറയേണ്ട കാര്യമാണ്. അത് നിങ്ങൾ എന്താ ഇത് ഗ്രൂപ്പാണ്, അത് മനസ്സിലാക്കണം. ഓ ഭയങ്കര റോങ് ആട്ടോ കോയ. ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നല്ല ഒരു നിസ്സാര കാര്യം. അയാളെന്തോ വീണ്ടും വോയിസ് ഇട്ടല്ലേ? എന്താണ്? അയ്യോ, പിന്നെ സന്തോഷ വാർത്ത അല്ലാണ്ട് പിന്നെ എന്താണ് അത്? ഏടോ ചെങ്ങായി, നമ്മുടെ ഒരുമയുടെ പ്രസിഡന്റ് സത്യശീലിന്റെ വീട്ടിലല്ല, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓന്റെ കിണറ്റിലാണ്. ആ, അവിടെ ചീഞ്ഞതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാണ് ഓന്റെ കിണറ്റില്. അതിനിപ്പോ പിന്നെ സന്തോഷ വാർത്ത തന്നെയല്ലേ? വെള്ളമില്ലാന്ന് കിണറ്റില്. പഞ്ചായത്ത് പ്രസിഡന്റിനെ കിട്ടണം. നന്നായി. അപ്പൊ ശരി, ശരി ശരി. സമാധാനമായിട്ട് പോയിക്കോളൂ. ഈ കോയ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണ്ട. അവന്റെ ചള്ളക്ക് ഞാൻ കുത്താറില്ല, സത്യം പറയാ. അവന്റെ ഇടക്കിടക്കുള്ള സ്വഭാവം തീരെ പിടിക്കില്ല എനിക്ക്. ഞാനേ ഭാര്യ എടുത്ത് വെള്ളം പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടാ. എന്റെ വീട്ടിൽ വെള്ളമുണ്ടോ? അല്ല, വെള്ളം അധികം വേണം. പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഗ്രൂപ്പ് കൊണ്ടുള്ള ഓരോരോ സന്തോഷം. ഹലോ, ഒരുമയിലെ എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു വെറൈറ്റി പരിപാടി കേട്ടോ, അന്താക്ഷരി ചാലഞ്ച്. ഞാൻ ഒരു പാട്ട് പാടും, അതിൽ ഞാൻ പറയണ അക്ഷരം വെച്ചിട്ട് ധൈര്യമുള്ളവർ ആരാന്ന് വെച്ചാൽ ആദ്യം വേഗം പാടിക്കോണം. പാടാൻ പോവാണേ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. മൈന 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 പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. മൈന മൈന. സൂപ്പർ 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 സൂപ്പർ. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. മൈനാകം. രാഘവട്ടന്റെ പാട്ട് ഒരു കുളിരാലോ അല്ലാത്ത. രാഘവട്ടന്റെ പാട്ട് കുളിരുണ്ട്, മറ്റേ മണ്ടുവിന്റെയോ? അയ്യ, അത് പറ്റൂലേ. മൈനാകം. തന്നന്നം താനന്നം താളത്തിലാടി, മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി, അതേ ഗാനമേള അങ്ങനെ തുടരട്ടെ തുടരട്ടെ തുടരട്ടെ. പാട്ടാ അത്? ഒരുമിന്റെ അന്തസ് കളിയോളൂ. അല്ല, ഈ മണ്ടു വെച്ചിക്ക് പാട്ടൊന്നും ശരിയാവില്ല. ഓക്ക് ഈ പാട്ട് പാടാൻ അറിയില്ല. ഓക്ക് വേറെ എന്തെങ്കിലും ചെയ്തു കൂടെ? എന്നാല് കഥാപ്രസംഗം പറ്റും. കഥാപ്രസംഗത്തിന് പാട്ടില്ലേ? അതും നേരം മണ്ടത്തരം പറയുന്നു. മറിമായം